പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമാണെന്നുള്ള ഈ സഭയുടെ ഏത് കാലത്തെയും നിലപാടിനെ മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് നൊമ്പരമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്നാനായ സമുദായത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ. അഗമാന സുറിയാനി സഭയുടെ സുന്നഹദോസ് കൂടിയപ്പോൾ അതൊരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ഡിഗ്നിറ്റിക്ക് ഒരു കുറവ് സംഭവിക്കാത്ത രീതിയിൽ ആ സഭയ്ക്കകത്തുള്ളതായ പ്രശ്നങ്ങൾ അവർ രണ്ട് വിഭാഗവുമായി ചർച്ച ചെയ്ത് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ ഈ സഭാ ശുശ്രൂഷയിൽ എനിക്ക് പരിശുദ്ധ പത്രീയർക്കീസ് ബാവ കൽപ്പിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിക്കണമെന്നുള്ളത്. ആ പരിശുദ്ധ സിംഹാസനത്തിന് കീഴിലുള്ളതായ മെത്രാപ്പോലിത്തന്മാർ ഒരുമിച്ചിരുന്നപ്പോഴും ചർച്ച ചെയ്ത പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നുള്ള ആഹ്വാനമാണ് സുന്നഹദോസും എടുത്തിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ പത്രീയർക്കീസ് ബാവ നാളിതുവരെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും പരിശുദ്ധ സുന്നഹദോസിന്റെ പൂർണ്ണമായ പിന്തുണയും അതിന്റെ അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്നുള്ളതും ആ കൂടെ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ക്നാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭയില്ലല്ലോ. ആഞ്ഞിലിമുടി ഇട്ടിരുന്നവൻ തൊമ്മൻ കത്തനാർ നേതൃത്വത്തിൽ കൂനംകുരിശ് സത്യം ചെയ്തതിന് മുമ്പ് തന്നെ 4-ാം നൂറ്റാണ്ടിൽ ക്നായി തോമായുടെ നേതൃത്വത്തിലാണല്ലോ ഈ സുറിയാനി പാരമ്പര്യവും പൈതൃകവും ആരാധനയും ഒക്കെ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള മർത്തോമ നസ്രാണികൾ എന്നുള്ള നമുക്ക് സുറിയാനി സഭയുടെ പൈതൃകവുമായിട്ട് ചേർത്ത് വയ്ക്കുവാൻ 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഭാഗ്യമുണ്ടായതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിലുള്ളത് ക്നാനായ സമുദായം. ആ സമുദായത്തിന്റെ കോടതി വിഭാവനം ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അന്ത്യോക്യ പാത്രിക്കീസ് അതിന്റെ പരമമേലധ്യക്ഷനായിക്കൊണ്ട് തന്നെ അവിടെ വാഴിക്കപ്പെട്ടിരിക്കുന്ന സമുദായത്തിലെ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടുന്നതായ നിലകളിലുള്ളത് ആദരവൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയും അവിടെ വാഴിക്കപ്പെടുന്ന മറ്റ് മെത്രാപ്പോലിത്തന്മാർക്കും അവരുടേതായ മേഖലകളിലെ പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടും ആ സമുദായത്തിന്റെ അസോസിയേഷന്റെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും അതിൽ എഴുതി വെച്ചിരിക്കുന്നതായ മാറ്റം വരാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ മാറ്റം വരാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ശാശ്വതമായ സമാധാനം നമ്മുടെ ക്നാനായ സമുദായത്തിനകത്തും ഉണ്ടാകണം. അങ്ങനെ പരിശുദ്ധ സിംഹാസനം കൂടുതൽ മഹത്വീകരിക്കപ്പെടുവാനും ഈ വരുന്ന നാളുകളിലുള്ളത് അവരുമായിട്ട് ചർച്ചകൾ കൂടുതൽ വഴിവെക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കിഴക്കിന്റെ മഫ്രിയാന തിരുമേനി ഈ പ്രസംഗത്തിലൂടെ ക്നാനായക്കാരെ ഒന്ന് സുഖിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ പൂസിപ്പോയി. അത് കൃത്യമായി ക്നാനായ മക്കൾക്ക് മനസ്സിലായി. സിംഹാസനത്തിന്റെ ആ പരമാധികാരത്തിന്റെ പരിപ്പും അനുബന്ധമായി പറഞ്ഞ ആ കൂട്ടു സാമഗ്രികളും ഇവിടെ ക്നാനായക്കാരന്റെ അടുപ്പിൽ വേവിക്കാൻ നോക്കണ്ട എന്ന് കേട്ടുനിന്ന ക്നാനായ വിശ്വാസികൾ പറഞ്ഞത് അത് അങ്ങ് തിരുമേനിയുടെ സ്വന്തം പുത്തൻ കുരിശിലെ അടുപ്പിൽ വെച്ച് വേവിച്ചാൽ മതിയത്രേ. ക്നാനായക്കാരുടെ അടുപ്പ് കണ്ട് ആ പരിപ്പും കൂട്ട് സാമഗ്രികളുമായി ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അത് വേഗില്ലത്രേ. ക്നാനായക്കാർ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ക്ലീമിസ് തിരുമേനിയാൽ ക്നാനായ മക്കൾക്ക് അംഗീകരിച്ച് അനുവദിച്ചു തന്ന ക്നാനായ സമുദായ ഭരണഘടനയും അത് നിഷ്കർഷിക്കുന്ന പരിപൂർണ ഉൾഭരണ സ്വാതന്ത്ര്യവും എക്കാലവും നിലനിർത്തി കാലാകാലങ്ങളിൽ ക്നാനായ അസോസിയേഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ക്നാനായ കമ്മിറ്റിയുടെ ഭരണ പരമാധികാരത്തിൽ കീഴിൽ ഒരു സമുദായ മെത്രാപ്പോലിത്ത, 3 സഹായ മെത്രാന്മാർ, ഒരൊറ്റ ക്നാനായ സമുദായമായി കാലാകാലങ്ങളിൽ പരിശുദ്ധ അന്ത്യോക്യൻ സിംഹാസനത്തിൽ വാണരുളുന്ന പാത്രിയാർക്കീസിന്റെ ആത്മീയ പരമാധികാരത്തിന് അധിഷ്ഠിതമായ ആത്മീയ ഭരണത്തിന് കീഴിൽ ഒരു സ്വയം ഭരണാവകാശമുള്ള സ്വതന്ത്ര ഭദ്രാസനമായി നിലകൊള്ളുകയുള്ളൂ. അതിന് വിപരീതമായി ആര് എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ക്നാനായ ജനം ഇനി ഇവിടെ ക്നാനായ സമുദായത്തിൽ അംഗീകരിക്കില്ല. കാരണം ഇവിടെ തെക്കും ഭാഗരുടെ ക്നാനായ സമുദായത്തിൽ പാത്രിയാർക്കീസിന്റേതായാലും സമുദായ മെത്രാപ്പോലിത്തയുടേതായാലും സഹായ മെത്രാന്മാരുടേതായാലും ഭൗതിക ഭരണപരമായ കാര്യങ്ങളിൽ മെത്രാധിപത്യം നടപ്പില്ല. പകരം ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന ജനാധിപത്യമേ നടപ്പുള്ളൂ. എല്ലാത്തിനും ഉപരി ക്നാനായ സമുദായത്തിന്റെ നിലനിൽപ്പാണ് തിരുമേനി വലുത്. അതാണ് ക്നാനായ മക്കളുടെ അടിസ്ഥാന നിലപാട്. വീടിൻ ഭരണം ഷീമോന്, സുവിശേഷം യോഹന്നാന്, അതായത് ഭരണപരമായ കാര്യങ്ങൾ ടെമ്പോറൽ മാറ്റേഴ്സ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി നിർവഹിക്കും. ആത്മീയപരമായ ഭരണകാര്യങ്ങൾ സ്പിരിച്വൽ മാറ്റേഴ്സ് പുരോഹിതരുടെ സഹായത്തോടെ, സഹായ മെത്രാന്മാരുടെ സഹകരണത്തോടെ സമുദായ മെത്രാപ്പോലിത്ത പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ആത്മീയ പരമാധികാരത്തിന് കീഴിൽ നിലനിന്നുകൊണ്ട് നിർവഹിക്കും. പിന്നെ പ്രസംഗ മധ്യേ കഴിഞ്ഞ കാലങ്ങളിൽ
മലങ്കരയിൽ യാക്കോബായക്കാരുടെ കാവലും കോട്ടയുമായി സകല പ്രതിസന്ധി ഘട്ടത്തിലും നെഞ്ചി വിരിച്ച് പിടിച്ച് നിങ്ങൾക്ക് മുൻപിൽ നിലകൊണ്ടിരുന്ന ക്ലീമീസ് തിരുമേനിയുടെ പേര് ഒരു പ്രാവശ്യം പോലും അങ്ങ് ഉച്ചരിക്കാതിരുന്നത് ഒട്ടും മനഃപൂർവ്വമല്ല എന്ന് ജ്ഞാനായക്കാർക്ക് മനസ്സിലായി. എന്തായാലും അങ്ങയുടെ കിഴക്കിന്റെ മഫ്രിയാന സ്ഥാനലബ്ധിയിൽ ജ്ഞാനായ മക്കൾ ഒരു ഗുണവും പ്രതീക്ഷിക്കുന്നില്ല. കാരണം തിരുമേനി ഒരു മഫ്രിയാന മാത്രമാണ്, അധികാരമൊന്നുമില്ല. പൂർണ്ണ അധികാരം പാത്രിയാർക്കീസിനാണ്, പാത്രിയാർക്കീസിന്റെ കീഴാളൻ മാത്രം. പിന്നെ മഫ്രിയാന കാതോലിക്ക എന്നൊക്കെ പറഞ്ഞ് 3 മാലയൊക്കെ ഇട്ട ഗമയിൽ നടക്കാം, അല്ലാതെ തിരുമേനിയെ കൊണ്ട് ഒരു ഷെമ്മാശനെ പോലും വാഴിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് തന്നെ ജ്ഞാനായ മക്കളുടെ മേളിൽ കുതിര കയറാമെന്ന് വിചാരിക്കുകയും വേണ്ട.